ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ആരോൺ ടു ബ്ലോഗ്. അന്നേരത്തെ ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് ശംഖുപുഷ്പത്തിനെ പറ്റിയിട്ടാണ്. അത് പല ടൈപ്പിലേ ഉണ്ട്. നീല കളറുണ്ട്, പിന്നെ വെള്ള കളറുണ്ട്. അന്നേരത്തെ അതിന്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ സീഡ് ഗിവ് അവേ നടത്തുന്നുണ്ട്. അന്നേരത്തെ നമ്മൾ കമന്റ് ബോക്സിൽ നിന്ന് ഒരാളെ പിക്കപ്പ് ചെയ്യും. അന്നേരത്തേക്കിന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അന്നേരം ഗൈസ്, ഇതാണ് നമ്മുടെ ശംഖുപുഷ്പം എന്ന് പറയുന്ന ചെടി. അന്നേരത്തേക്കിന് ഇതാണ് അതിന്റെ ബ്ലൂ കളറിലെ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് അതിന്റെ ഒരു പൂവാണ് ഗൈസ്. നീല കളറിലെ ഒരു ശംഖുപുഷ്പം പൂവാണ്. ഇതിന്റെ പൂവിന്റെ ഇതളും നമുക്ക് ഈ തണ്ടും ഇലയും വേരും എല്ലാം നമുക്ക് യൂസ്ഫുൾ ആവും. എന്നിട്ട് നമ്മളിത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഔഷധ ഗുണമുള്ളത് ആണ്. പിന്നെ നമുക്ക് നല്ല ഐശ്വര്യം വരും, വീട്ടിലേക്ക് ശാന്തിയും സമാധാനം ഒക്കെ വരും എന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. നേരത്തേക്കിന് പിന്നെ നമുക്ക് ചായക്കായിട്ട് യൂസ് ചെയ്യാം. ഇത് നമ്മളൊരു 5-6 പൂവ് നമ്മൾ എടുത്ത് സാധാരണ നമ്മൾ ഇതിന്റെ നീല കളർ വരാനായിട്ട് വെറും 10-15 മിനിറ്റ് നമ്മൾ വെള്ളത്തിയിട്ട് നീല കളറാവും. പക്ഷെ നമ്മൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഫുള്ള് ഗുണങ്ങൾ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. നേരത്തേക്ക് നമ്മൾ ഒരു രാത്രി മുഴുവൻ നമ്മൾ ഒരു 5-6 പൂവ് പറിച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ നമ്മൾ ഇത് ഇടണം. നമ്മൾ 5-6 പൂക്കൾ ഇടും. വേണം നമുക്ക് ഏതെങ്കിലും തന്നെയായിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം. അങ്ങനെ 5-6 പൂക്കൾ തന്നെ വേണം. അന്നേരത്തേക്കിന് അത് ഒരു രാത്രി ഫുള്ള് വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം നമ്മൾ എണീറ്റതിന് ശേഷം വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പല ആൾക്കാർക്ക് ഈ ഫാറ്റി ലിവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതിനൊക്കെ നല്ല പ്രിവെന്റ് മെഡിസിൻ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അന്നേരം ഗൈസ്, നമുക്ക് ഇതിന്റെ ഒരു സീഡ് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് ഇതിന്റെ ഒരു സീഡ് വരുന്നത്. ഇത് നമ്മുടെ പുഷ്പം നമ്മളാണെങ്കിൽ 5-6 മാസം നമ്മൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്താലേ അതിന്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഫാറ്റി ലിവറും കാര്യങ്ങളൊക്കെ മാറി കിട്ടണമെങ്കിൽ നമ്മൾ 5-6 ദിവസം 5-6 മാസം നമ്മൾ ഇത് വെള്ളത്തിലിട്ട് വെറും വയറ്റിൽ കുടിച്ചാലേ കിട്ടത്തുള്ളൂ. അതായത് 2-3 ആഴ്ച കൊണ്ട് ചെയ്തതിന് ശേഷം പിന്നെ നടന്നില്ല, കള്ളമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. 5-6 മാസം നമ്മൾ നല്ല രീതിക്ക് എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി രാവിലെ നമ്മൾ ഇത് എടുത്ത് കുടിക്കണം. ഇത് ഗ്രീൻ ടീക്ക് പകരം ബ്ലൂ ടീ ഒക്കെ നമ്മൾ ഇത് അറിയപ്പെടുന്നത്. ബ്ലൂ ടീ നമുക്ക് അറിയപ്പെടും. ഈ ബ്ലൂ കളറിന്റെ ആണ് ഏറ്റവും നല്ലത്. നമുക്ക് ടീ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ബ്ലൂ ആണ്. പിന്നെ ഇതിന്റെ റൂട്ട് നമുക്ക് പിള്ളേർക്ക് ബുദ്ധിയൊക്കെ വളരാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിക്ക് ഫലപ്രദമാവും. ഇതിന്റെ റൂട്ട് നമ്മൾ ജസ്റ്റ് ഈ റൂട്ട് നമ്മൾ എടുത്തതിന് ശേഷം നല്ല രീതിക്ക് നമ്മൾ അരച്ച് വെറും വയറ്റിൽ നമ്മൾ ഒരു ടീസ്പൂൺ ഒക്കെ നമ്മൾ അര സ്പൂൺ നമ്മൾ വെണ്ണയും കൂടി ഇട്ട് നല്ല രീതിക്ക് അടിച്ചെടുത്തിട്ട് നമ്മൾ വെറും വയറ്റിൽ പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ബുദ്ധി വളരും. പിന്നെ ഗൈസ്, നമുക്ക് ഇത് 5-6 മാസം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് വളർത്തിയെടുക്കാൻ പറ്റും. 5-6 മാസം കൊണ്ട് ഇതേപോലെ നല്ല രീതിക്ക് വളർന്നു കിട്ടും. ജസ്റ്റ് കുറച്ച് ദിവസങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഓരോരോ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു വരും. 2-3 ദിവസം മതി. അതായത് ഒരു മാസത്തിനുള്ളിൽ തന്നെ 2-3-4 പൂക്കളയിലും വിരിഞ്ഞിരിക്കും ഗൈസ്. എന്നിട്ട് ഇനി നമുക്ക് നേരെ ഗിവ് അവേയുടെ കാര്യങ്ങളിലേക്ക് പോവാം. നേരെ നമ്മള് ഗിവ് അവേക്ക് ഒരു 5-10 ആൾക്കാര് 5 പേരെ നമ്മൾ കമന്റ് നിന്ന് പിക്ക് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് വേറൊന്നുമല്ല, എല്ലാവരും പറയണ പോലെ തന്നെ നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അതായത് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം ഗൈസ്. എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ കമന്റ് ചെയ്യണം. ഫോൺ നമ്പർ മാത്രം നിങ്ങൾ കമന്റ് ചെയ്യണം. അന്നേരത്തേക്കിന് നിങ്ങൾ അതിൽ നിന്ന് 5 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഈ ഒരു സീഡ്, ഇത് ഒറ്റ സെറ്റാണ്. ഇതിനകത്ത് 5-6 സീറ്റ് ഉണ്ട്. ഇത് ഒറ്റ സെറ്റ്. ഈ ഒറ്റ സെറ്റ് പോലെ തന്നെ ഒരു 5-6 സെറ്റ് നമ്മൾ വെച്ചിട്ട് ഒരു ബോക്സിനകത്താക്കി നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതിന്റെ വീഡിയോയും ഞാൻ കൊറിയർ ആയിട്ട് സെൻഡ് ചെയ്യുന്ന വീഡിയോയും ഈ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വീഡിയോ. ഇപ്പം കേരളത്തിൽ ഭയങ്കര ചൂടൊക്കെ തന്നെയാണ്. ഇപ്പം 2024 മാർച്ച് ആ ഒരു ഏപ്രിൽ സമയങ്ങളിൽ. അന്നേരം എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ ഉപകാരപ്രദമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനെ സൈനിങ് ഔട്ട്. ബൈ ബൈ.